بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ആജ്ഞ നിർദ്ദേശങ്ങൾ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കണം എന്ന് ദീനിന്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മൾ ഇവിടെ തുടർത്തി സംസാരിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന് പറയുന്ന മഹൽ ഗ്രന്ഥത്തിൽ അള്ളാഹുവിന്റെ സിഫത്തായ അൽ കലാം, കലാം എന്നുള്ള സിഫത്തിനെ കുറിച്ച് അതിന്റെ തെളിവുകൾ, ആ തെളിവുകൾ അറിയിക്കുന്ന കാര്യങ്ങൾ, ഇതാണ് നമ്മുടെ സംസാരത്തിന്റെ വിഷയം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ, ആദർശത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നവനാണ്, സംസാരിച്ചവനാണ്, സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു എപ്പോൾ ഉദ്ദേശിക്കുന്നു അപ്പോൾ അവൻ സംസാരിക്കുന്നു. എന്തുദ്ദേശിക്കുന്നു അത് അവൻ സംസാരിക്കുന്നു. എങ്ങനെ ഉദ്ദേശിക്കുന്നു ആ നിലക്ക് സംസാരിക്കുന്നു. കേൾക്കപ്പെടുന്ന ശബ്ദം, അതേപോലെ തന്നെ ലഫ്ബ്, അക്ഷരം അള്ളാഹുവിന്റെ സംസാരത്തിനുണ്ട്. എന്നാൽ ഒരിക്കലും സൃഷ്ടികളുടെ സംസാരത്തോട് അത് തുല്യമല്ല. അള്ളാഹുവിന്റെ മഹത്വം എത്ര ഉന്നതമാണ്, അള്ളാഹുവിന്റെ ദാത്ത് എത്ര ഉന്നതമാണോ അത്രമാത്രം അള്ളാഹുവിന്റെ കലാമാകുന്ന സിഫത്തും ഉന്നതമാണ്. സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കലാമിൽ സൃഷ്ടികളുടെ കുറവിനനുസരിച്ചുള്ള കുറവുകൾ സ്വാഭാവികമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണനാണ്. അള്ളാഹുവിന്റെ പരിപൂർണതക്ക് അനുയോജ്യമായ വിധം അള്ളാഹുവിന് കലാം എന്ന സിഫത്തുണ്ട് എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വിശ്വസിക്കുന്നു. അതിനുള്ള വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള തെളിവുകളാണ് ഇവിടെ ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കുന്നത്. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ കൊടുത്തത് നമ്മൾ ഇവിടെ വായിക്കുന്നത്. ഖൗലുഹു വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ വമൻ അസ്ദഖു മിനല്ലാഹി ഖീല വഇദ് ഖാല അല്ലാഹു യാ ഈസ ഇബ്ന മർയം വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദല വകല്ലമ അല്ലാഹു മൂസ തക്ലീമ മിൻഹും മൻ കല്ലമ അല്ലാഹ് ولما جاء موسى لميقاتنا وكلمه ربه وناديناه من جانب الطور الأيمن وقربناه نجيا وإذ نادى ربك موسى أن ائت القوم الظالمين وناداهما ربهما ألم أنهكما عن تلكما الشجرة ويوم يناديهم ويقول ماذا أجبتم المرسلين. ഈ ആയത്തുകൾ, ഇത്രയും ആയത്തുകൾ അള്ളാഹുവിന്റെ കലാം എന്ന സിഫത്തിനെ സ്ഥിരീകരിക്കുവാൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല ഇവിടെ നൽകുകയാണ്.
ഒന്നാമത്തെ ആയത്ത് വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ. സംസാരത്താൽ അള്ളാഹുവോളം സത്യസന്ധതയുള്ളവൻ ആരാണ് എന്ന ചോദ്യമാണ്. ആ ചോദ്യം ഇസ്തിഫാം നഫീനെ തേടുന്നു, നിരാകരണത്തെ തേടുന്ന ആരുമില്ല എന്നർത്ഥം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സത്യസന്ധമായ സംസാരം നിർവഹിക്കുന്നവനാണ്. ഇവിടെ ഹദീസൻ എന്നാണ് പ്രയോഗിച്ചത്. ഹദീസ് എന്ന് പറഞ്ഞാൽ കലാം എന്നർത്ഥം, സംസാരം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല തനിക്ക് സംസാരം എന്ന സിഫത്തിനെ ഇവിടെ സ്ഥിരീകരിക്കുകയാണ്. സൂറത്ത് നിസായിലെ 87-ാമത്തെ ആയത്ത്, അതേപോലെ സൂറത്ത് നിസായിലെ 122-ാമത്തെ ആയത്ത് വമൻ അസ്ദഖു മിനല്ലാഹി ഖീല. ആദ്യത്തെ അതേ ആയത്തിന്റെ തേട്ടം തന്നെയാണ്. ഖീല എന്ന് പറഞ്ഞാൽ ഖൗൽ, സംസാരം. അള്ളാഹുവോളം സത്യസന്ധമായി സംസാരിക്കുന്നവർ ആരുണ്ട് എന്ന ചോദ്യം, ആരുമില്ല എന്ന അർത്ഥം ആണത് തേടുന്നത്. ഇസ്തിഫാം നഫീനെയാണ് തേടുന്നത്. അപ്പൊ ഇവിടെ ഖീല, ഒന്നാമത്തെ ആയത്തിൽ ഹദീസ എന്ന് പറഞ്ഞു, രണ്ടാമത്തെ ആയത്തിൽ ഖീല എന്ന് പറഞ്ഞു. ഹദീസ് എന്ന് പറഞ്ഞാലും ഖീൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഖൗൽ എന്ന് പറഞ്ഞാൽ അതൊക്കെ സംസാരത്തെയാണ് തേടുന്നത്, കലാമിനെയാണ് തേടുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിലേക്ക് കലാം എന്നുള്ള സിഫത്തിനെ സ്ഥിരീകരിക്കുകയാണ്. സംസാരം, അത് ഖൗലാകട്ടെ ഹദീസാകട്ടെ, അതൊക്കെ അള്ളാഹുവിന്റെ സിഫത്താകുന്നു. അള്ളാഹുവിന്റെ കലാം അതിനെ വിശേഷിപ്പിക്കുന്നത് അസ്ദഖ് എന്നാണ്. മനസ്സിലായി? സിദ്ഖ് എന്നുള്ള വിശേഷണം വാക്കുകൾക്കാണ് ഉണ്ടാവുക. വാക്ക് സത്യസന്ധമാക്കുക എന്നുള്ളത്. മനസ്സിലായി? അപ്പൊ ഈ സിദ്ഖ് എന്നുള്ള വിശേഷണം കൂടി തേടുന്നു അള്ളാഹുവിനെ കലാം എന്നുള്ള സിഫത്തിനെ എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയത് കാണാൻ സാധിക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കലാം എന്നുള്ള സിഫത്തിനെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ചേർക്കുന്നു, അള്ളാഹുവിന്റെ മഹത്വത്തിന് അനുയോജ്യമാം വിധം. അടുത്ത ആയത്ത് വഇദ് ഖാലല്ലാഹു യാ ഈസ ഇബ്ന മറിയം. വഇദ് ഖാലല്ലാഹ്, അള്ളാഹു പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കുക. എന്താണ് അള്ളാഹു പറഞ്ഞത്? യാ ഈസ ഇബ്ന മറിയം, മറിയമിന്റെ പുത്രൻ ഈസ. തുടങ്ങിയ അഅൻത ഖുൽത ലിന്നാസ് ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. അപ്പൊ വഇദ് ഖാലല്ലാഹ്, അള്ളാഹു പറഞ്ഞു. എന്താണ് അള്ളാഹു പറഞ്ഞത്? അതൊരു ജുംലയാണ്, ഒരു വാചകമാണ്. ആ വാചകം അതിന് ശബ്ദമുണ്ട്. ആ വാചകം ഹർഫുകൾ കൊണ്ടുള്ള, അക്ഷരങ്ങൾ കൊണ്ടുള്ള വാചകമാണ്. അതിന്റെ തുടക്കമാണ് ഇവിടെ ശൈഖുൽ ഇസ്ലാം എടുത്തു കൊടുത്ത ആയത്തിന്റെ ഒരു ഭാഗം. യാ ഈസ ഇബ്ന മറിയം, ഈസ ഇബ്നു മറിയമേ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സംസാരിച്ചു, പറഞ്ഞു. എന്ത് പറഞ്ഞു? ആശയവും അക്ഷരവും ശബ്ദവുമുള്ള ഒരു വാചകമാണ് പറഞ്ഞത്, ജുംലയാണ് പറഞ്ഞത്. യാ ഈസ ഇബ്ന മറിയം അഅൻത ഖുൽത ലിന്നാസ്. ഇവിടെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അള്ളാഹുവിനെ കലാം എന്നുള്ള സിഫത്തിനെ സ്ഥിരീകരിക്കുന്നതിന് വിഷയത്തിൽ ഉദ്ധരിക്കുന്ന തെളിവാണ്, പ്രമാണ വചനമാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇവിടെ നൽകിയത്. ഈ ആയത്തൊക്കെ വളരെ വ്യക്തമാണ്. അള്ളാഹുവിലേക്ക് സംസാരം എന്നുള്ള സിഫത്തുണ്ട്. അള്ളാഹുവിന്റെ സംസാരം കേൾക്കപ്പെടുന്ന സംസാരമാണ്. അള്ളാഹുവിന്റെ സംസാരം അത് കലിമത്തുകളും അതേപോലെ തന്നെ ജുംലകളുമാണ്, വാചകങ്ങളും അതേപോലെ തന്നെ വചനങ്ങളുമാണ്. ബിദഈ കക്ഷികൾ അള്ളാഹുവിന് സിഫത്ത്, കലാം എന്നുള്ള സിഫത്തുണ്ട് എന്നതിനെതിരാണ്.
മനസ്സിലല്ലേ? കലാമുള്ള അള്ളാഹുവിന്റെ സംസാരം എന്നുള്ളതിനെ വിദഴികൾ നിരാകരിച്ചു, നിഷേധിച്ചു. മുഅ്തസിലി കക്ഷികളും ജഹ്മിയാക്കളും പറഞ്ഞത് കലാമുള്ള എന്നുള്ളത് ഒരു മഖ്ലൂക്കാണ്, ഒരു സൃഷ്ടിയാണ്. അള്ളാഹു ഒരു പടപ്പിനെ പടച്ചു, എന്നിട്ട് അതിന് കലാമുള്ള എന്ന് പേരിട്ട്. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. അതാണ് മുഅ്തസിലിയാക്കളുടെയും അതേപോലെ തന്നെ ജഹ്മികളുടെയും വാദം. ഏതുപോലെ നാഖത്തുള്ള, ബൈത്തുള്ള, അള്ളാഹിന്റെ ഒട്ടകം, അള്ളാഹുവിന്റെ വീട് എന്നൊക്കെ പറയുന്നത് പോലെ കലാമുള്ള എന്ന് പറഞ്ഞാൽ അതൊരു മറ്റൊരു പടപ്പാണ്, അത് അള്ളാഹു സംസാരിച്ചതൊന്നല്ല. ഇതാണ് മുഅ്തസിലികളുടെ വാദം. യഥാർത്ഥത്തിൽ പച്ചയായിട്ട് അവർ ഈ വചനങ്ങളെ നിഷേധിക്കുന്നവരാണ്, ഈ വചനങ്ങളുടെ തേട്ടങ്ങളെ നിഷേധിക്കുന്നവരാണ്. മനസ്സിലല്ലേ? എത്രമാത്രം ഇനി നമ്മൾ പറയാൻ വിടുക. കല്ലം അല്ലാഹു മൂസ തക്ലീമ, അള്ളാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് സംസാരിച്ചു എന്നുള്ള ആയത്തിന് അവരെന്ത് ചെയ്ത് വകല്ലം അല്ലാഹ മൂസ തക്ലീമ എന്നാക്കി. അള്ളാഹുവോട് മൂസ സംസാരിച്ചു എന്നാക്കി. ആയത്തിനെ നേരെ തിരിച്ച് അള്ളാഹു മൂസയോട് സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് നേരെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവോട് സംസാരിച്ചു എന്ന് ആയത്തിന്റെ ഇഅ്റാബ് തെറ്റിച്ചിട്ട് അവരർത്ഥം പറയുകയുണ്ടായി, അവരുടെ ഈ വാദം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി. കാരണം എന്താ? വകല്ലം അല്ലാഹു മൂസ, അള്ളാഹു മൂസയോട് സംസാരിച്ചു എന്നുള്ളത് സ്പഷ്ടമാണ്, വ്യക്തമാണ്. മനസ്സിലായി? അത് സമ്മതിച്ചാൽ അവരുടെ ആശയം പൊളിഞ്ഞ്, അതുകൊണ്ട് തന്നെ അവർ ഈ വചനത്തെ കോട്ടിമാട്ടുകയുണ്ടായി. മനസ്സിലായി? മുഅ്തസിലിയാക്കളുടെ വാദം അള്ളാഹുവിന് കലാം എന്ന് പറയുന്ന വിശേഷണം ഇല്ല എന്നുള്ളത്. അശ്അരികൾ അള്ളാഹുവിന് കലാം എന്നുള്ള സിഫത്തിനെ സമ്മതിച്ചിട്ടുണ്ട്, പക്ഷെ അവർ ചില പിഴച്ച വാദങ്ങൾ അവർ അവതരിപ്പിച്ചു. അതെന്താ? അള്ളാഹു നേരിട്ട് സംസാരിച്ചിട്ടില്ല. പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാശയം ജിബ്രീലിന്റെ മനസ്സിൽ ഇട്ടുകൊടുക്കുക ചെയ്യുന്നത്. ഒരാശയം, മാനസികമായിട്ടുള്ള ഒരു ആശയം ജിബ്രീലിന്റെ മനസ്സിൽ ഇട്ടുകൊടുത്തു. അപ്പൊ അള്ളാഹുവിന്റെ കലാം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു മാനൻ നഫ്സി, അൽ മാനൻ നഫ്സി, മാനസികമായിട്ടുള്ള ഒരു ആശയം മാത്രം. അത് ജിബ്രീലിന്റെ ജിബ്രീലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചു. അത് കേൾക്കപ്പെടുന്ന ഒന്നല്ല. അള്ളാന്റെ കലാം എന്തല്ല? കേൾക്കപ്പെടുന്ന ഒന്നല്ല, കേൾക്കൂല. അതിന് ഹർഫുകളില്ല, അക്ഷരങ്ങളില്ല, അത് കേൾക്കപ്പെടുകയില്ല. പിന്നെ അതൊരു മാനസികമായിട്ടുള്ള ഒരു ആശയം മാത്രമാണ് ജിബ്രീലിന്റെ മനസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിക്കുന്ന. മനസ്സിലല്ലേ? അള്ളാഹു അതിനെ ഖുർആനാകാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ ആശയം നൽകുന്നതെങ്കിൽ അത് ഖുർആനാകും. തൗറാത്താകാൻ ഉദ്ദേശിച്ചിട്ടാണ് ആ ആശയം നൽകുന്നതെങ്കിൽ തൗറാത്താകും. ഇഞ്ചീലാകാൻ ഉദ്ദേശിച്ചിട്ടാണ് ആ ആശയം നൽകുന്നതെങ്കിൽ ഇഞ്ചീലാകും. മനസ്സിലായി? ഇങ്ങനെ അശ്ശരികൾ പറഞ്ഞു. അതേപോലെ തന്നെ അവര് പറഞ്ഞ് അള്ളാഹു ഒരു ആശയം ജിബ്രീലിന്റെ മനസ്സിലാണ് ഇട്ടുകൊടുത്ത്. ജിബ്രീൽ അത് അറബി ഭാഷയിൽ ആഖ്യാനിക്കുമ്പോ അത് ഖുർആനാകും. അതല്ല സുറിയാനി ഭാഷയിൽ ആഖ്യാനിക്കുമ്പോ അത് ഇഞ്ചീലാകും. ഹിബ്രു ഭാഷയിൽ ആഖ്യാനിക്കുമ്പോ അത് ബൈബിൾ അല്ല തൗറാത്താകും. ഇങ്ങനെയൊക്കെയാണ് അശ്അരികൾ എന്ത് ചെയ്തത്? ഈ വിശേഷണത്തെ ദുർവ്യാഖ്യാനിച്ചത്. മനസ്സിലായി? അള്ളാഹുവിന്റെ കലാം എന്നുള്ള സിഫത്ത് എന്ന് പറഞ്ഞാൽ അത് കേൾക്കപ്പെടുന്ന ഒരു കലാമല്ല, പ്രത്യുത അതൊരു ആശയം മാത്രമാണ്. അത് ജിബ്രീലിന്റെ റൗഅയിൽ, മനോമുഖരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കുന്ന ഒരു ആശയം മാത്രമാണ്. ഇതാണ് അശ്അരികളുടെ വാദം, കുല്ലാബിയാക്കളുടെയും വാദം. യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ അത് അല്ല. പ്രത്യുത അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നവനാണ്. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം അവന്റെ മഹത്വത്തിന് അനുയോജ്യമാം വിധം അത് കേൾക്കപ്പെടുന്ന സംസാരമാണ്. ആ സംസാരം വാചകങ്ങളാണ്, വചനങ്ങളാണ്. അതിന് ഹർഫുകളുണ്ട്, അക്ഷരങ്ങളുണ്ട്. മനസ്സിലായി? അള്ളാഹുവിന്റെ പരിപൂർണതക്ക് അനുയോജ്യമാം വിധമാണ് അള്ളാഹുവിന് ആ സിഫത്തുള്ളത്. മനസ്സിലായി? അതിൽ രണ്ടാമത്തെ, ഈ വിഷയത്തിൽ രണ്ടാമത്തെ പ്രമാണമാണ് നമ്മൾ മൂന്നാമത്തേതാണ് കേട്ടത്. വൈദ് ഖാല അല്ലാഹു യാ ഈസ ഇബ്നു മറിയം, അള്ളാഹു പറഞ്ഞു ഈസ ഇബ്നു മറിയമേ. മനസ്സിലായില്ലേ? അതേപോലെ മൂന്നാമത്തെ ഈ വിഷയത്തിലുള്ള തെളിവ് വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദല. വതമ്മത് കലിമതു റബ്ബിക, നിന്റെ റബ്ബിന്റെ കലിമത്ത് പൂർണ്ണമായിരിക്കുന്നു. നിന്റെ റബ്ബിന്റെ കലാം, സംസാരം സമ്പൂർണമായിരിക്കുന്നു. എങ്ങനെ സമ്പൂർണമായിരിക്കുന്നു? സിദ്ഖൻ, സത്യസന്ധതയാലും, വഅദല, നീതിയാലും. അപ്പൊ അള്ളാഹുവിന്റെ കലിമത്ത് അത് സമ്പൂർണ്ണാണ്.
സത്യസന്ധമായി നീതിപൂർവകമായി അള്ളാഹുവിന്റെ കെലിമത്ത് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇവിടെ കെലിമത്തു റബ്ബിക് എന്ന് പറഞ്ഞാൽ എന്താ? കലാമു റബ്ബിക്, നിന്റെ റബ്ബിന്റെ വചനം, സംസാരം. മനസ്സിലായില്ലേ? അതേപോലെ അടുത്ത ആയത്ത്, ഇത് സൂറത്ത് അൻആം 115 ആയത്ത്. വകല്ലമ അല്ലാഹു മൂസ തക്ലീമ. വകല്ലമ അല്ലാഹു, അല്ലാഹു സംസാരിച്ചു മൂസ അലൈഹിസ്സലാമയോട്. തക്ലീം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംസാരം എന്ന് പറഞ്ഞാൽ എന്താ? അത് മഫ്ഊൽ മുത്തലഖാണ്. ആ സംസാരത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോടുള്ള അള്ളാഹുവിന്റെ സംസാരത്തിന്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരുടെ കുറിച്ച് പറഞ്ഞപ്പോ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പല നബിമാർ വറുസുലൻ ഖദ് ഖസസ്നാഹും അലൈക മിൻ ഖബ്ൽ വറുസുലൻ ലം നഖ്സുസുഹും അലൈക, കുറെ നബിമാരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്, കുറെ മുർസലീങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ല, കഥിച്ച് തന്നിട്ടില്ല. വകല്ലമ അല്ലാഹു മൂസ തക്ലീമ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചു എന്നാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് സംസാരിച്ച ആ സംസാരം ഒരു പ്രത്യേക സംസാരമാണ്, പ്രത്യേക നിലക്കുള്ള സംസാരമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് മഫ്ഊൽ മുത്തലഖ് കല്ലമ തക്ലീമ എന്ന് പറഞ്ഞത്. ആ സംസാരത്തിന് പ്രത്യേകത ഉണ്ട്. ഏതായാലും ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സംസാരിച്ചു മൂസയോട്. എന്താ വിധേയികൾ ചെയ്തത്? ഞങ്ങളെ കേൾപ്പിച്ചു. അള്ളാഹു സംസാരിച്ചു എന്നുള്ളതിന് അള്ളാഹുവോട് സംസാരിച്ചു എന്നാക്കി. മനസ്സിലായി? വ്യാകരണത്തിന്റെ നിയമങ്ങൾ അവര് തകിടം മറിച്ച്. ചിലര് പറഞ്ഞ് കല്ലമ അല്ലാഹു മൂസ, കല്ലമ എന്ന് പറഞ്ഞാൽ നോവിപ്പിച്ചു എന്നർത്ഥം, നോവിച്ചു, വേദനിപ്പിച്ചു എന്ന്. മനസ്സിലായി? കല്ലമ അല്ലാഹു മൂസ തക്ലീമ, അള്ളാഹു മൂസയെ അലൈഹി സ്വലാത്തു വസ്സലാമയെ വേദനിപ്പിച്ചു, ഇങ്ങനെ അർത്ഥം പറഞ്ഞ വിധേയികളും ഉണ്ട്. എന്തിന്? മനുഷ്യന്മാർ നേരിട്ട് വിശുദ്ധ ഖുർആനിൽ മനസ്സിലാകുന്ന ഒരു ആശയമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചു എന്നുള്ളത്. അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിരാകരിക്കുന്നതിന് വേണ്ടി, നിഷേധിക്കുന്നതിന് വേണ്ടി. അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പിന്നീട് പറയുന്ന തെളിവ് സൂറത്തുൽ ബഖറ 253 ആയത്തിൽ മിൻഹും മൻ കല്ലമല്ലാഹ്, മിൻഹും അവരിലുണ്ട്, അവരിൽ നിന്നാൽ മുർസലീങ്ങളിലുണ്ട്, നബിമാരിലുണ്ട്, അംബിയാ മുർസലീങ്ങളിലുണ്ട്. മൻ കല്ലമല്ലാഹ്, അല്ലാഹു സംസാരിച്ചവർ. മൻ കല്ലമല്ലാഹ്, മൻ കല്ലമഹുല്ലാഹ് എന്നർത്ഥം, അല്ലാഹു സംസാരിച്ചവർ. അപ്പൊ കല്ലമന്റെ ഫായിൽ ആരാ സംസാരിച്ചത്? അള്ളാഹു ആണ്. അഹ്ലുസുന്ന പറയുന്നു അള്ളാഹുവിന് കലാം, സംസാരിക്കുക എന്നുള്ള സിഫത്ത്, വിശേഷണമുണ്ട്. അള്ളാഹു സംസാരിച്ചു. അതേപോലെ വഖൗലുഹു വലമ്മാ ജാഅ മൂസാ ലിമീഖാതിനാ വകല്ലമഹു റബ്ബുഹു. വലമ്മാ ജാഅ മൂസ, മൂസ വന്നപ്പോൾ അലൈഹിസ്സലാം, ലിമീഖാതിനാ, നമ്മുടെ മീഖാത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വാഗ്ദത്ത സമയം, വാഗ്ദത്ത സ്ഥലത്തേക്ക് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോൾ വകല്ലമഹു റബ്ബുഹു, മൂസായുടെ റബ്ബ് മൂസയോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ, വകല്ലമഹു, അദ്ദേഹത്തോട് സംസാരിച്ചു, റബ്ബുഹു, അദ്ദേഹത്തിന്റെ റബ്ബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ആശയസമ്പുഷ്ടമായ അർത്ഥവത്തായിട്ട് ആണ് ഈ വിഷയങ്ങൾ സ്ഥിരീകരിക്കുന്നത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോടുള്ള മീഖാത്തിൽ വന്നു, തൂർ പർവ്വതത്തിന്റെ ചെരുവിൽ. അങ്ങനെ കല്ലമഹു, അദ്ദേഹത്തോട് സംസാരിച്ചു, റബ്ബു, അദ്ദേഹത്തിന്റെ റബ്ബ്, മൂസായുടെ റബ്ബ് എന്ന് പറയാം. എന്താ സംസാരിച്ചത്? സംസാരിച്ചത് ആയത്തിൽ വിശദീകരിക്കേണ്ട സൂറത്ത് ആറാഫിലെ 143 ആയത്താ. വലമ്മാ ജാഅ മൂസാ ലിമീഖാതിനാ വകല്ലമഹു റബ്ബുഹു ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക ഖാല ലൻ തറാനി വലാകിൻ അൻദുർ ഇലൽ ജബൽ ഫൈൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച് കാണാൻ സാധിക്കും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മീഖാത്തിൽ വന്നു, റബ്ബ് സംസാരിച്ചു, മൂസായുടെ റബ്ബ് മൂസയോട് സംസാരിച്ചു. ഈ സംസാരിച്ച വേളയിൽ ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക, അല്ലാഹുവേ ഞാൻ നിന്നിലേക്കൊന്ന് നോക്കട്ടെ, നീ എനിക്കൊന്ന് നിന്നെ കാണിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു. ഖാല, അല്ലാഹു പ്രതികരിക്കുകയാണ്, ലൻ തറാനി, മൂസ നീ എന്നെ കാണുകയില്ല, ഭൗതിക ലോകത്ത് ഇവിടെ കാണൂല. വലാകിൻ ഉൻദുർ ഇലൽ ജബൽ, എന്നാൽ നീ പർവ്വതത്തിലേക്ക് നോക്ക്. ഫൈൻ ഇസ്തഖറ മകാനഹു, പർവ്വതം അതിന്റെ സ്ഥാനത്ത് ഉറച്ചു നിന്നാൽ ഫസൗഫ തറാനി, നിനക്ക് എന്നെ കാണാൻ പറ്റിയേക്കും എന്ന് പറയാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് സംസാരിച്ചത് വരെ
അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എടുത്തു കൊടുക്കുകയാണ്. മനസ്സിലായി? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കും, അവന്റെ സംസാരം കേൾക്കപ്പെടും. ആ സംസാരം വാചകങ്ങളും അക്ഷരങ്ങൾ ഉള്ള അള്ളാഹുവിന്റെ വചനങ്ങളാണ്, വാചകങ്ങളാണ്. മനസ്സിലായില്ലേ? ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കും പ്രകാരം അള്ളാഹുവിന്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധം സംസാരം എന്നുള്ള വിശേഷണമുള്ളവനാണ്. അടുത്ത ആയത്ത്, വനാദൈനാഹു മിൻ ജാനിബി ത്തൂരിൽ ഐമൻ വഖറബ്നാഹു നജിയ. വനാദൈനാഹു, നാം അദ്ദേഹത്തെ വിളിച്ചു. നാദ നമ്മൾ വിളിച്ചു, മുനാദാത്ത് വിളിക്കൽ. വനാദൈന, നാം വിളിച്ചു, ഹു അദ്ദേഹത്തെ. നാം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല. ഹു പറഞ്ഞാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ. വനാദൈനാഹു, നാം അദ്ദേഹത്തെ വിളിച്ചു. എവിടുന്ന് വിളിച്ചു? മിൻ ജാനിബി തൂർ, തൂർ പർവ്വതത്തിന്റെ ഒരു ഭാഗത്ത് വെച്ച്. ഏത് ഭാഗം? അൽ ഐമൻ, വലത് ഭാഗം. അപ്പൊ തൂർ പർവ്വതത്തിന്റെ വലത് ഭാഗത്ത് വെച്ച് നാം അദ്ദേഹത്തെ വിളിച്ചു. മാത്രല്ല വഖറബ്നാഹു, നാം അദ്ദേഹത്തെ അടുപ്പിക്കുകയും ചെയ്തു. നജിയ, നജിയ എന്ന് പറഞ്ഞാല് മുനാജിയ എന്നർത്ഥം, സംഭാഷണം നടത്തുന്നവനായിട്ട്. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാദൈന എന്ന് പറഞ്ഞു. നാദൈന എന്നുള്ളതിൽ ആരാ കർത്താവ്? ഫാഇൽ ആരാ? നാം വിളിച്ചു എന്ന് പറയുമ്പോ നാം എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണ്. അപ്പൊ അള്ളാഹു വിളിക്കുന്നു. അപ്പൊ അള്ളാഹിന്റെ വിളിക്ക് കേൾക്കപ്പെടുന്ന ശബ്ദമുണ്ട്. അള്ളാഹു വിളിക്കുന്നവനാണ് എന്നാണ്, അള്ളാഹു സംസാരിക്കുന്നവനാണ്. മനസ്സിലായി? കലാം എന്നുള്ള സിഫത്ത് അള്ളാഹുവിനുണ്ട് എന്നുള്ളതിന്റെ മറ്റൊരു തെളിവാണ് ഈ നാദ എന്നുള്ളത്. മനസ്സിലായി? നമ്മളിപ്പോ നമ്മുടെ സംസാരത്തിന്റെ വകുപ്പുകളിൽ നമ്മൾ പറയില്ലേ, കലാം എന്ന് പറയും, ഖൗല് എന്ന് പറയും, അതേപോലെ തന്നെ മുനാജാത്ത് എന്ന് പറയും, മുനാദാത്ത് എന്ന് പറയും. മനസ്സിലല്ലേ? ഒക്കെ എന്തിനാണ് അറിയിക്കുന്നത്? മുനാദാത്തായാലും മുനാജാത്തായാലും കലാമായാലും ഹദീസായാലും ഇതൊക്കെ അറിയിക്കുന്നത് എന്താ? അറിയിക്കുന്നത് സംസാരത്തെയാണ്. മനസ്സിലല്ലേ? വിവിധ പദങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സംസാരം എന്നുള്ള സിഫത്ത് തനിക്കുണ്ട് എന്നുള്ളത് അള്ളാഹു സ്ഥാപിക്കുന്നു. എന്നാൽ വിദയി കക്ഷികൾ അള്ളാഹു വിവിധ കെലിമത്തുകൾ, പദപ്രയോഗങ്ങളിലൂടെ കലാം എന്നുള്ള സിഫത്ത് തനിക്കുണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചപ്പോൾ വിദയി കക്ഷികൾ അത് അള്ളാഹുവിനെ തൊട്ട് നിരാകരിക്കാൻ വേണ്ടിയിട്ട് പാടുപെടും. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അങ്ങനെയല്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സലഫിയത്തിന്റെ അഖീദ അള്ളാഹുവിന്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധം അള്ളാഹുവിന് കലാം എന്നുള്ള സിഫത്തുണ്ട്. അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹദീസ്, ഖൗല്, ഖീല്, കലാം, കലിമത്ത്, മുനാദാത്ത്, മുനാജാത്ത് തുടങ്ങിയുള്ള കലാമിനെ അറിയിക്കുന്ന വിവിധ പ്രയോഗങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥിരീകരിച്ചത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പറയുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു. അടുത്ത ആയത്ത് എന്താ? വൈദ് നാദാ റബ്ബുക്, നിന്റെ റബ്ബ് വിളിച്ച സന്ദർഭം. ആരെ വിളിച്ചത്? മൂസ, മൂസയാണ് വിളിച്ചത്. മൂസ എന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു അനിതിൽ ഖൗമ ളാലിമീൻ, നീ അൽ ഖൗമ ളാലിമീൻ, അക്രമികളായ ജനങ്ങളുടെ അടുക്കലേക്ക് ചെല്ലണം. ഇതാണ് നൽകിയ ബോധനം. അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അക്രമികളിലേക്ക് ചെല്ലാൻ വേണ്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധനം നൽകിയത് എങ്ങനെയാണ്? വഇദ് നാദാ റബ്ബുക, നിന്റെ റബ്ബ് വിളിച്ച സന്ദർഭം. വിളിച്ചുകൊണ്ടാണ്. അപ്പൊ നാദ എന്ന് പറഞ്ഞാൽ വിളിച്ചു. അള്ളാഹു വിളിക്കുന്നു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അത് കേൾക്കുന്നു. അള്ളാഹു വിളിച്ചു പറഞ്ഞ കലാം ഇവിടെ പറയുന്നു. മനസ്സിലായി? അത് സംസാരത്തെയാണ് അറിയിക്കുന്നത്. അള്ളാഹുവിന് കലാം എന്നുള്ള സിഫത്തുണ്ട് എന്നത് അറിയിക്കുന്നു. അതേപോലെ വനാദാഹുമാ റബ്ബുഹുമാ അലം അൻഹകുമാ അൻ തിൽകുമാ ശജറ. വനാദാഹുമാ, അവർ രണ്ടുപേരെയും വിളിച്ചു. റബ്ബുഹുമാ, അവർ രണ്ടുപേരുടെയും റബ്ബ്. എന്താ വിളിച്ചു പറഞ്ഞത്? അലം അൻഹകുമാ, ഞാൻ നിങ്ങളോട് രണ്ടുപേരോട് വിരോധിച്ചില്ലേ? അൻ തിൽകുമ ഷജറ, ആ വൃക്ഷത്തെ തൊട്ട്. ഈ ആയത്ത് സൂറത്ത് ആറാഫ് 22-ാമത്തെ ആയത്ത്. വനാദാഹും, അവർ രണ്ടുപേരെയും വിളിച്ചു എന്ന് പറഞ്ഞാൽ ആദമിനെയും ഹവ്വയെയുമാണ് വിളിച്ചത്. ആരെ വിളിച്ചത്? റബ്ബുഹുമ, ആദമിന്റെയും ഹവ്വയുടെയും റബ്ബ്. അതാരാ? അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദമിനെയും ഹവ്വയെയും വിളിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? അലം അൻഹകുമ, ഞാൻ നിങ്ങളോട് രണ്ടോളോടും വിരോധിച്ചില്ലേ? അൻ തിൽകുമ ഷജറ, ആ വൃക്ഷത്തോട് അടുക്കരുതെന്ന്. അഥവാ സൂറത്ത് ആറാഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന
ഫകുലാ മിൻ ഹൈസു ശിഅ്തുമാ റഗദ ഫകുലാ മിൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബ ഹാദിഹി ഷജറ. ആദമിനെയും ഹവ്വയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പാർപ്പിച്ചു. അവരോട് സ്വർഗ്ഗത്തിൽ പാർക്കാൻ പറഞ്ഞ അല്ലാഹു, ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. എന്നിട്ട് അവരോട് സ്വർഗ്ഗത്തിൽ നിന്ന് ജ്യേഷ്ഠം തിന്നാൻ പറഞ്ഞു. അവരോട് പറഞ്ഞു വലാ തഖറബ ഹാദിഹി ഷജറ, ഈ വൃക്ഷത്തോട് നിങ്ങൾ അടുക്കരുത് എന്നാണ്. ഒരു വൃക്ഷത്തെ ചൂണ്ടിയിട്ട് പറഞ്ഞ് ആ വൃക്ഷത്തോട് നിങ്ങൾ അടുക്കരുത്. മനസ്സിലല്ലേ? ഫതകൂന മിനൽ ളാലിമീൻ, നിങ്ങൾ അടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകും, അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇബ്ലീസ് ഫവസ്വസ ലഹുമ ശൈത്താനു ലിയുബ്ദിയ ലഹുമ മാ ഊരിയ അൻഹുമ മിൻ സൗആതിഹിമ വഖാല മാ നഹാകുമാ അൻ തിൽകുമ ശജറ മാ നഹാകുമാ അൻ തിൽകുമ ശജറ ഇല്ലാ അൻ തകൂന മലക്കൈനി ഔ തകൂന മിനൽ ഖാലിദീൻ. ഇബ്ലീസ് എന്ന് വസ്വാസ് ഉണ്ടാക്കി ആദമിലും ഹവ്വയിലും. ഇബ്ലീസ് വസ്വാസ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞ എന്താ? നിങ്ങളോട് അള്ളാഹു ഈ മരത്തോട് അടുക്കരുത് എന്ന് പറയാൻ കാരണം, നിങ്ങൾ ഈ മരത്തോട് അടുത്തിട്ടുണ്ടെങ്കിൽ രാജാക്കന്മാരാവും, അല്ലെങ്കിൽ ഈ സ്വർഗത്തിൽ നിങ്ങൾ നിത്യവാസികളാവും. അപ്പൊ അള്ളാഹു നിങ്ങൾ ഇവിടെ രാജാക്കന്മാരാകാനും പാടില്ല, നിത്യനിവാസികളാക്കാനും പാടില്ല. അതുകൊണ്ടാണ് ഇതിനോട് അടുക്കരുത് എന്ന് പറഞ്ഞിട്ട് വസ്വാസ് ഉണ്ടാക്കി. വഖാസമഹുമ ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ. മാത്രമല്ല ഇബ്ലീസ് സത്യം ചെയ്ത് പറഞ്ഞു അവരോട്, ഞാൻ നിങ്ങൾക്കൊരു നാസിഹ മാത്രമാണ്. നാസിഹീൻ ഞാൻ നിങ്ങൾക്കൊരു മുനാസഹത്തിന്റെ ഉപദേഷ്ടാവ് മാത്രമാണ്, നിങ്ങൾക്ക് ഗുണകാംക്ഷ വെച്ച് ഉപദേശിക്കുന്ന ആള് മാത്രമാണ് എന്ന് പറഞ്ഞു. ആര്? ഇബ്ലീസ് സത്യം ചെയ്ത് പറഞ്ഞു. ഫദല്ലാഹുമാ ബിഗുറൂർ, ചതിപ്രയോഗത്തിലൂടെ ആദം ഹവ്വ ദമ്പതികളെ അലൈഹിമസ്സലാം ഇബ്ലീസ് തരം താഴ്ത്തി കളഞ്ഞു. ഫദല്ലാഹുമാ ബിഗുറൂർ ഫലമ്മാ ദാഖ ശജറ, അങ്ങനെ ആദമും ഹവ്വയും ആ അള്ളാഹു വിരോധിച്ച മരത്തിൽ നിന്ന് നുകർന്നപ്പോൾ ബദത് ലഹുമാ സൗആതുഹുമാ, അവരുടെ നഗ്നതകൾ അവർക്ക് വെളിപ്പെട്ട്. സ്വർഗത്തിലെ ഇലകൾ പറിച്ചുകൊണ്ട് അവരവരുടെ നഗ്നത മറക്കാൻ തുടങ്ങി എന്നാണ്. മനസ്സിലായേ? ഈ സമയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞത് വതഫിഖ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന വനാദാഹുമാ റബ്ബുഹുമാ. കണ്ടോ? ഇബ്ലീസ് തരം താഴ്ത്തി അവര് വിലക്കപ്പെട്ട വൃക്ഷത്തോട് അടുത്തു, അതിൽ നിന്ന് നുകർന്നു. അങ്ങനെ അവരുടെ നഗ്നത അവർക്ക് വെളിപ്പെടുകയും വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ചവർ അവരുടെ നഗ്നത പൊത്തി മറക്കുകയും ചെയ്തപ്പോൾ വനാദാഹുമ, അവർ രണ്ടുപേരെയും വിളിച്ചു, റബ്ബുഹുമ, അവരുടെ രണ്ടുപേരുടെയും റബ്ബ്. എന്നിട്ട് എന്താ പറഞ്ഞത്? അലം അൻഹകുമാൻ തിൽകുമ ശജറ, ആ വൃക്ഷത്തോട് അടുക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? വഅഖുൽ ലകുമ, ഞാൻ നിങ്ങൾ രണ്ടുപേരോടും പറഞ്ഞില്ലേ? ഇന്ന ശൈത്താന ലകുമ അദുവ്വും മുബീൻ, ശൈത്താൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യക്ഷ ശത്രുവാണ്, വ്യക്തമായ ശത്രുവാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ ഖാല റബ്ബനാ ളംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് പറഞ്ഞിട്ട് ആദമും ഹവ്വയും എന്ത് ചെയ്ത്? അള്ളാഹുവിനോട് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്തിരുന്നു. അലാകുലിൻ ഇവിടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഒരു ഭാഗമാണ് പറഞ്ഞത്. വനാദാഹുമ, അവർ രണ്ടുപേരെയും വിളിച്ചു, റബ്ബുഹുമ, അവർ രണ്ടുപേരുടെയും റബ്ബ്. അവിടെ നാദ എന്നുള്ളതാണ്. മനസ്സിലായി? നാദാറിനെ വിളിച്ചു. അത് എന്തിനെയാണ് തേടുന്നത്? അത് സംസാരം എന്നുള്ള സിഫത്തിനെയാണ് തേടുന്നത്. മനസ്സിലായി? അപ്പൊ അള്ളാഹുവിന് കലാം എന്നുള്ള വിശേഷണമുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഇതിനാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് സ്ഥിരീകരിക്കുന്നത്. അതേപോലെ അവസാനം പറഞ്ഞ ആയത്ത് വയൗമ യുനാദീഹിം ഫയഖൂലു മാദാ അജബ്തുമുൽ മുർസലീൻ. വയൗമ യുനാദീഹിം, അവൻ വിളിക്കുന്ന ദിവസം, അവൻ വിളിക്കുന്ന ദിവസം. ഫയഖൂൽ, അവൻ പറയും, മാദാ അജബ്തുമുൽ മുർസലീൻ, മുർസലീങ്ങൾക്ക് നിങ്ങൾ എന്ത് ഉത്തരമാണ് നൽകിയത്? മനസ്സിലായി? അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അല്ലാത്തവരെ ആരാധിച്ചിരുന്ന മുശ്രിക്കുകളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുശ്രിക്കുകളെ അന്ത്യനാളിൽ വിചാരണ നടത്തുമ്പോൾ അവരോട് ചോദിക്കണതായിട്ട് പറയാണ്. മഹ്ശറ സഭയിൽ വിചാരണയുടെ വേദിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമ യുനാദീഹിം, അവരെ വിളിക്കും. അല്ലാഹു വിളിക്കും, മുനാദാത്ത്. ഫയഖൂൽ, മാത്രല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും, അവരോട് അല്ലാഹു പറയും, വിചാരണക്ക് വിധേയരാകുന്നവരോട് പറയും, മാദാ അജബ്തും, നിങ്ങൾ എന്ത് ഉത്തരമാണ് നൽകിയത് അൽ മുർസലീൻ, മുർസലീങ്ങൾക്ക്. മനസ്സിലായി? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിളിക്കും, അതുപോലെ അല്ലാഹു പറയും എന്നൊക്കെ അല്ലാഹുവിനെ കുറിച്ച് പറയുന്നു. ഇത് തേടുന്നത്
അള്ളാഹു സംസാരിക്കുന്നവനാണ്. അള്ളാഹു സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹു താൻ ഉദ്ദേശിക്കുമ്പോൾ സംസാരിക്കും, താൻ ഉദ്ദേശിക്കുന്നത് സംസാരിക്കും, താൻ ഉദ്ദേശിക്കുന്നിടത്ത് സംസാരിക്കും, താൻ ഉദ്ദേശിക്കുന്ന വിധം സംസാരിക്കും. അത് യഥാർത്ഥത്തിലുള്ള സംസാരമാണ്, അത് കേൾക്കപ്പെടുന്ന സംസാരമാണ്. മനസ്സിലായി? ഇതാണ് ഈ വചനങ്ങളുടെ വെളിച്ചത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് സ്ഥിരീകരിക്കുന്നത്, സ്ഥാപിക്കുന്നത്. മനസ്സിലായി? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ആ വിഷയത്തിൽ ഏതാനും ആയത്തുകളാണ് ഇവിടെ തെരഞ്ഞെടുത്ത് നൽകിയിട്ടുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം നൽകിയ ഈ ആയത്തുകളുടെ പ്രത്യേകത, സംസാരത്തെ അറിയിക്കുന്നതായ അറബി പദങ്ങൾ ഏറെക്കുറെ ഇവിടെ വന്നിട്ടുണ്ട്. ഹദീസ്, ഒരാൾ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹദ്ദസ സംസാരിച്ചു എന്നർത്ഥം. ഹദീസ് ഒമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ. അതേപോലെ സംസാരത്തിന് ഖൗൽ, സംസാരത്തെ അറിയിക്കും. ഒമൻ അസ്ദഖു മിനല്ലാഹി ഖീല. അതേപോലെ തന്നെ വൈദ് ഖാല അല്ലാഹ്, അല്ലാഹു പറഞ്ഞു. ആ സമയം നിങ്ങൾ ഓർക്കണം. മനസ്സിലായി? ഖൗല്, ഹദീസ്, ഖീല്, ഖൗല്. അതേപോലെ തന്നെ കലാം, മിൻഹും മൻ കല്ലമ അല്ലാഹ്, കല്ലമ. അതേപോലെ തന്നെ വകല്ലമ അല്ലാഹു മൂസ. കലിമത്ത്, കലിമത്ത് എന്നുള്ളത് കലാമിനെ അറിയിക്കണം. വതമ്മത് കലിമത്തു റബ്ബിക്. അതേപോലെ വനാദൈനാഹു വഇദ് നാദാ റബ്ബുക. നാദ യുനാദി, വിളിച്ചു. മുനാദാത്ത് വിളിക്കൽ, അത് സംസാരത്തെയാണ് അറിയിക്കുന്നത്. അതേപോലെ തന്നെ വഖറബ്നാഹു നജിയ. എന്താ നജിയ എന്ന് പറഞ്ഞാൽ? നജിയ എന്ന മുനാജിയ എന്നർത്ഥം. മനസ്സിലായില്ലേ? മുനാജാത്ത് സംസാരം, മുനാദാത്ത് വിളി, ഇതൊക്കെ സംസാരത്തെയാണ് അറിയിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ നമ്മളിപ്പോ ഒരാൾ സംസാരിക്കുന്നവനാണ് എന്ന് അറിയിക്കാൻ വേണ്ടിട്ട് നമ്മൾ പ്രയോഗിക്കുന്നതാണ് അയാള് പിന്നെ ഹദീസ്, ഖൗല്, ഖീല്, കലാമ്, കലിമത്ത്, മുനാദാത്ത്, മുനാജാത്ത്, ഇതൊക്കെ സൃഷ്ടികൾ സംസാരിക്കുന്നവരാണ് എന്ന് അറിയിക്കുന്നതിനുള്ളതായ അറബി പ്രയോഗങ്ങളാണ്. മനസ്സിലായില്ലേ? ഇതേ പ്രയോഗങ്ങളാണ് അള്ളാഹു തന്റെ ഹക്കിലും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സൃഷ്ടികളുടെ സംസാരം അള്ളാഹിന്റെ സംസാരം ഒരുപോലെയല്ല. അള്ളാഹു സംസാരിക്കും അള്ളാഹുവിന്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധം. സൃഷ്ടികളുടെ സംസാരം, അവർ സൃഷ്ടികളാണ് എന്നുള്ള നിലക്ക് അതിന് അതിൻ്റെതായ അപര്യാപ്തതകളും പോരായ്മകളും ഉണ്ടായെന്ന് വരും. അതേസമയം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മഹത്വത്തിന്റെ പരിപൂർണത, ആ പരിപൂർണത അള്ളാഹുവിന്റെ കലാമിനും ഉണ്ട് എന്നുള്ളതാണ്. അള്ളാഹു സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹു അവന് ഉദ്ദേശിക്കുമ്പോൾ സംസാരിക്കുന്നവനാണ്. അള്ളാഹു സംസാരിക്കും. അള്ളാഹുവിന്റെ സംസാരം യഥാർത്ഥത്തിലുള്ള സംസാരമാണ്. അതിന് ഹർഫുകളുണ്ട്, അതിന് ജുംലകളുണ്ട്, അത് കേൾക്കപ്പെടുന്ന വിധമുള്ള സംസാരമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ സംസാരം, മനസ്സിലല്ലേ, ആര് കേട്ടത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കേട്ടത്. അതേപോലെ തന്നെയാണ് അത് അള്ളാഹുവിന്റെ സംസാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടത്. മനസ്സിലായില്ലേ? ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ. എന്നാൽ ബിദ്അഇകൾ ഒരു വിഭാഗം അള്ളാഹിന്റെ സംസാരത്തെ തന്നെ നിരാകരിച്ചു, നിഷേധിച്ചു. അള്ളാഹ് കലാം, സിഫത്തുൽ കലാം, കലാം എന്നുള്ള വിസരണം ഉണ്ട് എന്നുള്ളത് നിരാകരിച്ചു. കലാമുള്ള, അള്ളാഹിന്റെ കലാം എന്ന് പറഞ്ഞെങ്കിൽ അത് അള്ളാഹിന്റെ ഒട്ടകം, അള്ളാഹുവിന്റെ ബൈത്തുള്ള വീട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സൃഷ്ടിയാണ്, പടപ്പാണ് എന്നാണ് മുഅ്തസിലികളും ജഹ്മികളും പറഞ്ഞത്. അള്ളാഹു സംസാരിക്കുക എന്നുള്ളതിനെ അവര് നിഷേധിച്ചു. അശ്അരികൾ പറഞ്ഞ് അള്ളാഹു സംസാരിക്കുക എന്ന് പറഞ്ഞാൽ കലാമുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആശയാണ്, മാനസികമായിട്ടുള്ള ഒരു ആശയം, മാനൻ നഫ്സി. ആ ആശയത്തെ അള്ളാഹു ജിബ്രീലിൽ ഇട്ടുകൊടുക്കും. അങ്ങനെ ജിബ്രീൽ അത് ആഖ്യാനിക്കും. അള്ളാഹു നൽകുന്ന ആശയത്തെ ആഖ്യാനിക്കും. അറബി ഭാഷയിൽ ആഖ്യാനിക്കുമ്പോൾ അത് ഖുർആനാകും. സുറിയാനി ഭാഷയിലാണെങ്കിൽ അത് ഇഞ്ചീലാകും. ഹിബ്രു ഭാഷയിലാണെങ്കിൽ അത് തൗറാത്താകും. ഇങ്ങനെയൊക്കെയാണ് അശ്ശരികൾ വ്യാഖ്യാനിച്ചത്. മാത്രല്ല പിന്നെ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹിന്റെ മുറാദും മഖ്സൂദും അള്ളാഹു ആ ആശയത്തെ ജിബ്രീലിലേക്ക് നൽകുമ്പോൾ അത് ഖുർആൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് എങ്കിൽ അത് ഖുർആൻ ആയിരിക്കും. തൗറാത്ത് എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ തൗറാത്ത് ആയിരിക്കും. ഇങ്ങനെയൊക്കെയാണ് അശ്ശരികൾ ഈ സിഫത്തിനെ വ്യാഖ്യാനിച്ച് വ്യതിചലിച്ചപ്പോൾ അവർക്ക് വ്യാഖ്യാനിച്ച് പ്രയാസപ്പെടേണ്ടി വന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, സലഫികളെ സംബന്ധിച്ചിടത്തോളം, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമല്ല. മനസ്സിലായി? അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹു അവന് ഉദ്ദേശിക്കുമ്പോൾ സംസാരിക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരം കേൾക്കപ്പെടുന്ന സംസാരമാണ്.
അതിന് ഹർഫുകളുണ്ട്, അത് കലിമത്തുകളും കലാമും ജുംലയും ഒക്കെയാണ്. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധം അള്ളാഹുവിന്റെ സംസാരമുണ്ട്. എന്നാൽ അത് സൃഷ്ടികളുടെ സംസാരവുമായിട്ട് തുല്യപ്പെടുകയില്ല. അള്ളാഹുവിന്റെ സംസാരം അള്ളാഹുവിന്റെ പരിപൂർണതയ്ക്ക് അനുയോജ്യമായ വിധമുള്ള സംസാരമാകുന്നു. ഇതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളതായ കാര്യങ്ങൾ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്കുള്ളത് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാം എന്ന വിഷയത്തിൽ അതിനുള്ള തെളിവുകളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ്. ഖൽഖുൽ ഖുർആനുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇവിടെ തുടർത്തി സംസാരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യവിശ്വാസികളായി ജീവിച്ച് സത്യവിശ്വാസികളായി മരിച്ച് സത്യവിശ്വാസികൾക്കൊപ്പം ഉയർത്തെഴുന്നേൽക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.